I am Sarath C. Welcome to Sarath C. Rail Knowledge YouTube channel. Please support, like, share, subscribe, bell icon enabled. Today discuss the topic Indian Railwayയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ 2024 ഡിസംബറിൽ ഹരിയാനയിലെ ജിന്ദ് സോനിപത് 90 കിലോമീറ്റർ ഹെറിറ്റേജ് റൂട്ടിൽ പരീക്ഷണ ഓട്ടം ആരംഭിച്ചു. ഇത് ഇന്ത്യയെ ജർമ്മനി, സ്വീഡൻ, ജപ്പാൻ, ചൈന എന്നിവയുടെ പിന്നാലെ ഹൈഡ്രജൻ ട്രെയിനുകൾ പ്രവർത്തിക്കുന്ന അഞ്ചാമത്തെ രാജ്യമായി മാറ്റി. ഈ ട്രെയിനുകൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. അവയിൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ വൈദ്യുതി മോട്ടോറുകൾ പ്രവർത്തിപ്പിച്ച് ട്രെയിനിന്റെ സഞ്ചാരം സാധ്യമാക്കുന്നു. ട്രെയിനിന്റെ ഓരോ ബോഗിയിലും 100 കിലോവാട്ട് ശേഷിയുള്ള ഫ്യൂവൽ സെല്ലുകളുണ്ട്. ഇത് ട്രെയിനിന് പരമാവധി 140 കിലോമീറ്റർ മണിക്കൂർ വേഗത കൈവരിക്കാൻ സഹായിക്കുന്നു. ഹൈഡ്രജൻ ട്രെയിനുകളുടെ പ്രധാന ഗുണം പരിസ്ഥിതി സൗഹൃദ സ്വഭാവമാണ്. ഡീസൽ എഞ്ചിനുകളുമായി താരതമ്യത്തിൽ ഇവ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള മലിനീകരണ ഘടകങ്ങൾ പുറപ്പെടുവിക്കാതെ പ്രധാനമായും വാപ്പമായി മാത്രമേ പുറപ്പെടുവിക്കൂ. ഇതുവഴി കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുകയും ക്ലീൻ എനർജി ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്യുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ലക്ഷ്യം 2030 ഓടെ ശൂന്യ കാർബൺ പുറന്തള്ളൽ കൈവരിക്കുകയാണ്. അതിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ നിർണായക പങ്കുവഹിക്കുന്നു. ഇതുകൂടാതെ ഡീസൽ ട്രെയിനുകൾ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിനുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ധന ചെലവുകളും കുറയ്ക്കാൻ സാധിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ ഈ നീക്കം പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും വലിയ മുന്നേറ്റമാണ്. ഹൈഡ്രജൻ ട്രെയിനുകളുടെ പ്രചാരണം ഇന്ത്യയുടെ പാരിസ്ഥിതിക പ്രതിബദ്ധതയും സാങ്കേതിക മുന്നേറ്റവും പ്രതിഫലിപ്പിക്കുന്നു. Thanks for watching. Like, share, subscribe, bell icon enabled. Please suggestions comment. Waiting for upcoming information video coming soon.